നമ്മൾ എന്ത് ധനം ഉണ്ടാക്കിയാലും ആ ധനത്തിൽ കൂടി തന്നെ നമ്മൾ സേവനം ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ എത്രയോ കാര്യങ്ങൾ പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആശ്വാസം നമ്മൾ പക്ഷം 300-500 വെട്ടി എത്രയോ ആൾക്കാർക്ക് നമ്മൾ മാസം ഓരോ ബ്രാഞ്ചിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് 100-150 ആൾക്കാർ ഉള്ളവർ ആരും നോക്കാതെ ആരും നോക്കാതെയുള്ള അമ്മമാരും അച്ഛന്മാരും നമ്മളെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാണ്. ഒരു പ്രത്യേക ഒരു വാർഡുണ്ടാക്കിയിട്ട് അവരെല്ലാ തരത്തിലുള്ള പിന്നെ ഭക്ഷണങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസയെല്ലാം കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ചെയ്തപ്പോൾ ഇപ്പം ഈ മെറിറ്റിന് പേരിലല്ലേ ചെയ്യുന്നത്. ചില ആൾക്കാർ ഒരു കൊല്ലം ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് ശമ്പളം കിട്ടും, അത് വാങ്ങി ഫസ്റ്റ് ഇയർ കിട്ടി, രണ്ടാമത്തെ കൊല്ലം സാറേ ഞങ്ങൾക്കൊരു പൈസയില്ല, എനിക്ക് എന്തെങ്കിലും ഈ കുട്ടീനെ ഞാൻ വീട്ടിൽ കൂട്ടുവാനേ നിവൃത്തിയുള്ളൂ. ഈ നല്ല മോള് കണ്ടാൽ തന്നെ ഞാൻ നന്നായിട്ട് പഠിക്കും, 100-100 മാർക്ക് വന്നി കുട്ടീനെ നീ വീട്ടിലിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യണം. അത് ഇടത്തെ കൈ വലത്തെ കൈ, അത് ഞാൻ ഒരു പ്രചാരണത്തിന് വേണ്ടിയല്ല. എൻ്റെ അവിടുത്തെ ഒരു പഴയ മേയർ ചന്ദ്രി എന്ന് പറഞ്ഞ ആൾ എന്നെ അവിടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഇയാൾ ഇതെല്ലാം കണ്ടിട്ട് എല്ലാം വളരെ ഇത് ഞാൻ 3 കൊല്ലം ഞാനിവിടെ മേയറായിട്ട് എനിക്കിത് അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലം 10 രൂപ കൊടുക്കുമ്പോൾ 4 ഫോട്ടോഗ്രാഫറും വെച്ച് 10 രൂപ കൊടുക്കും. അങ്ങനെയുള്ള കാലത്ത് നിങ്ങൾ ചെയ്തത് വലിയ കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയണം. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ ഒരു ഇടത്തെ കൈ കൊടുക്കുന്ന വലത്തെ കൈ അറിയാൻ പാടില്ല എന്നുള്ളത് ഒരു തത്വത്തിൽ എങ്ങനെ പോവാണ്. ഗോപാൽജിയുടെ മഹേഷ് കുഞ്ഞുമോൻ ആക്സിഡന്റ് ആയിട്ട് കാണാൻ പോയിരുന്നല്ലോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹം? അത് നല്ലൊരു കലാകാരനായിരുന്നു മഹേഷ്. എനിക്ക് വളരെ ഒരു ഇമ്പ്രസീവായിരുന്നു. ഞാൻ അവന്റെ ഏത് പരിപാടി കണ്ടാലും ഞാൻ ഏടുണ്ടെങ്കിൽ അവനെ വരാൻ പഠിപ്പാറ്. അത്രയും നല്ല ഒരു മെസ്സേജ്. കാരണം 10-50 പേര് 175 പേരെ ഒരേ സമയത്ത് ടിക് 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 അവന്റെ ഭാഷ, ആക്ടിങ് മാത്രമല്ല ഭാഷയും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കലാകാരൻ സാധിക്കില്ല. പക്ഷെ വീണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പം പോയി കണ്ടതാണ്. അന്ന് തിരക്കില്ലായിരുന്നല്ലോ, കണ്ടപ്പോൾ അവന്റെ ഷേപ്പേ മാറി. പക്ഷെ അവനെല്ലാം ശരിയായി വരും. അതാണ് എൻ്റെ ഇതാണ്. കാരണം മെമ്മറി ഒന്നും പോകത്തില്ല. അവന്റെ പിന്നെ ഇതിന്റെ കോൺഫിഡൻസ് അത് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പല്ല് വെച്ച എല്ലാ കാര്യങ്ങളും മാക്സിമം എന്തുണ്ടെങ്കിലും എന്നോട് വിളിച്ച് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അമ്മ പല കാര്യങ്ങളിൽ ഹസ്ബൻഡിലേക്ക് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഒരു കല്യാണം കഴിച്ചപ്പോ ഒരു ബിസിനസ്സുകാരനായിരുന്നു. പിന്നെ അദ്ദേഹം തുടങ്ങിയില്ലേ ബിസിനസ്? ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു കല്യാണം. ഓക്കെ, അപ്പൊ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് അമ്മയുടെ ആ ഒരു ഐശ്വര്യം കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ബിസിനസ് ചെയ്തു. ഓരോന്നോരോന്ന് ഞാനിന്ന് എഡ്യൂക്കേഷൻ